പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പാക് പട്ടാള മേധാവി അസിം മുനീറിന് കൂടുതൽ അധികാരങ്ങൾ നൽകി പാക് സർക്കാർ. സേനകളുടെ പ്രവർത്തനത്തിലും ഏകോപനത്തിലും അധികാരങ്ങൾ ഉറപ്പാക്കി പാകിസ്ഥാൻ ഭരണഘടന ഭേദഗതി ചെയ്തു. പ്രതിരോധ സേനാ മേധാവിയുടെ പുതിയ തസ്തിക സൃഷ്ടിച്ചാണ് ഭരണഘടനാ ഭേദഗതി. ഓപ്പറേഷൻ സിന്ദൂറിൽ നേരിട്ട പരാജയം കണക്കിലെടുത്താണ് പുതിയ നീക്കം. 27ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം പ്രസിഡന്റ് കരസേനാ മേധാവിയെയും പ്രതിരോധ സേനാ മേധാവിയെയും നിയമിക്കും. പ്രതിരോധ സേനാ മേധാവി കൂടിയായ കരസേനാ മേധാവി പ്രധാനമന്ത്രിയുമായി കൂടിയാലോചിച്ച് സൈനിക കമാൻഡിന്റെ തലവനെ നിയമിക്കും. സൈനിക കമാൻഡിന്റെ തലവനെ തീരുമാനിക്കുന്നതിൽ നിർണായക അധികാരം കൈവരുന്നതോടെ അസിം മുനീർ പാകിസ്ഥാനിൽ കൂടുതൽ ശക്തനാവുമെന്നാണ് സൂചന. പുതിയ ഭേദഗതി പ്രകാരം സംയുക്ത സൈനിക മേധാവിയുടെ പദവി ഇല്ലാതായി. പാക് പട്ടാള മേധാവി അസിം മുനീറിന് കൂടുതൽ അധികാരങ്ങൾ നൽകിയിരിക്കുകയാണ് പാക് സർക്കാർ. സേനകളുടെ പ്രവർത്തനത്തിലും ഏകോപനത്തിലും അധികാരങ്ങൾ ഉറപ്പാക്കി പാകിസ്ഥാൻ ഭരണഘടന ഭേദഗതി ചെയ്തിരിക്കുന്നു. പ്രതിരോധ സേനാ മേധാവിയുടെ പുതിയ തസ്തിക സൃഷ്ടിച്ചാണ് ഭരണഘടന ഭേദഗതി ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ നേരിട്ട പരാജയം കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു നീക്കം. 27ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം പ്രസിഡന്റ് കരസേനാ മേധാവിയെയും പ്രതിരോധ സേനാ മേധാവിയെയും നിയമിക്കും. പ്രതിരോധ സേനാ മേധാവി കൂടിയായ കരസേനാ മേധാവി പ്രധാനമന്ത്രിയുമായി കൂടിയാലോചിച്ച് സൈനിക കമാൻഡിന്റെ തലവനെ നിയമിക്കും. സൈനിക കമാൻഡിന്റെ തലവനെ തീരുമാനിക്കുന്നതിൽ നിർണായക അധികാരം കൈവരുന്നതോടെ അസിം മുനീർ പാകിസ്ഥാനിൽ കൂടുതൽ ശക്തമാവുമെന്നാണ് സൂചന. പുതിയ ഭേദഗതി പ്രകാരം സംയുക്ത സൈനിക മേധാവിയുടെ പദവി ഇല്ലാതായിട്ടുണ്ട്.